വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. UK ഇനി PR കിട്ടാനായിട്ട് 10 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ നോക്കാം എന്താണ് കറന്റ് ന്യൂസ് പുറത്തു വരുന്നതെന്ന്. അപ്പോൾ റീസെന്റ് മേയർ ഇലക്ഷനിൽ നമ്മൾ കണ്ട കാര്യമാണ്, റീഫോം പാർട്ടി കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നു. പലയിടങ്ങളിലും അവർക്കാണ് വിജയം. അങ്ങനെ ഒരു ചേഞ്ച് ഇതുവരെ UK കണ്ടിട്ടില്ല. എപ്പോഴും ലേബർ പാർട്ടി അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയാണ് അധികാരത്തിൽ വരാറുള്ളത്. ഇപ്പൊ റീഫോം പാർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ പേര് പോലെ തന്നെ റീഫോം കൊണ്ടുവരിക. അവർ എല്ലാ ഈ UK ബ്രിട്ടനിലെ എല്ലാ സിറ്റിസന്റെ മെയിൻ കൺസേൺ ആണ് ഒരു മൈഗ്രേഷൻ കൊണ്ട് ഒത്തിരി പബ്ലിക്കിന് അതിനെ എഫക്റ്റ് ചെയ്തു തുടങ്ങി. അതായത് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഇല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സ്ഥലമില്ല. അപ്പൊ ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള ജനജീവിതത്തെ ഒത്തിരി അധികം സ്വാധീനിച്ചു തുടങ്ങി. അതുകൊണ്ട് ജനങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ്. അവരതിനു വേണ്ടിയിട്ട് ഏത് പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്യുക അവരെയാണ് ഇനി സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ രാജ്യത്തെ ആളുകൾ എന്ത് പറയുന്നത് അതനുസരിച്ച് ഏത് പാർട്ടി പ്രവർത്തിക്കുന്നോ അവർക്കാണ് വോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഒരു പാർട്ടിയെ നോക്കിയിരിക്കുന്ന ജനങ്ങളൊന്നുമല്ല. ഇപ്പൊ റീഫോം പാർട്ടിയാണ് ഇപ്പൊ ജയിച്ചു കയറി വരുന്നത്. അവരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് മൈഗ്രൻസിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരെന്താണ് ഇപ്പൊ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവര് ഇപ്പൊ അധികാരത്തിൽ വന്നു കഴിഞ്ഞാല്, ഇപ്പോൾ നമുക്കറിയാം ഒരു വെളി രാജ്യത്തു നിന്ന് ഒരാൾ ഇവിടെ വർക്കിനൊക്കെ വന്ന് വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് 5 വർഷം കഴിഞ്ഞാൽ ഇപ്പൊ PR കൊടുക്കും, പെർമനന്റ് റെസിഡൻസി. അതായത് UK കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയും ഇവിടെ താമസിക്കുകയും ചെയ്യുന്നവർക്ക് പെർമനന്റ് റെസിഡൻസി കൊടുക്കും. അതിൽ 3 മാസത്തിൽ കൂടുതൽ ഈ UK മാറി നിൽക്കാൻ പാടില്ല എന്നൊരു നിയമം കൂടിയുണ്ട്. അപ്പൊ അത് അവര് 10 വർഷമാക്കും. അപ്പൊ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഇപ്പൊ നിങ്ങളെല്ലാം കേട്ടതുപോലെ തന്നെ ഒത്തിരി കെയർ വിസയില് നമ്മുടെ സഹോദരന്മാരൊക്കെ പല രാജ്യത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒരു 10 ലക്ഷത്തോളം പേരെ തിരിച്ച് അവരുടെ നാടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇനി ഗവൺമെന്റിന്റെ അജണ്ട. അപ്പം ഈ 5 വർഷം ഇപ്പൊ പലർക്കും 3 വർഷത്തെയാണ് വിസ ആദ്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2 വർഷത്തെ വിസ കൊടുക്കും. പിന്നെ 5 വർഷം കഴിയുമ്പോൾ അവർക്ക് PR അപ്ലൈ ചെയ്യാം. പക്ഷെ എന്നാൽ ചിലരൊക്കെ കറക്റ്റ് 5 വർഷത്തേന് വിസ കൊടുത്ത് പിന്നെ ഡയറക്റ്റ് PR അപ്ലൈ ചെയ്യുന്നു. പക്ഷേങ്കില് ഇപ്പൊ ഈ 5 വർഷം എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ പലർക്കും PR കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഈ 10 വർഷം ആക്കി കഴിഞ്ഞാൽ ഈ 5 വർഷം വിസയിലുള്ളൊരു ഇനി എക്സ്റ്റൻഷൻ കഴിയുമ്പോൾ അവർക്ക് റിജക്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് പലരിലും കണ്ടു തുടങ്ങി, പല കെയർ ഹോമുകളിലും ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ വിസ റിജക്ട് ചെയ്യുന്നു. ജോലി സിമ്പിൾ റീസണിൽ ജോലി പോകുന്നു. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പം അവര് സ്ട്രിക്റ്റ് ആയിട്ട് പല നിയമങ്ങളും കൊണ്ടുവരും. അതുപോലെ വേറൊരു നിയമം കൊണ്ടുവരാൻ പോകുന്നത്, ഇനിയിൽ UK വന്ന് ജോലി ചെയ്യണമെങ്കിൽ നല്ല ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം. അതായത് ഇവിടെ UK A ലെവൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ആ ലെവലുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജോലി കിട്ടത്തുള്ളൂ. അത് പല ഓർഗനൈസേഷനും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഇപ്പം പലരും IELTS OET ഒക്കെ പഠിച്ചു വന്നാൽ അവർക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ബിഗ്ഗസ്റ്റ് കൺസേൺ. അപ്പം നമ്മുടെ ഈ മൈഗ്രൻസ് കൂടി അവരുടെ എല്ലാ ഓർഗനൈസേഷനിലും മൈഗ്രൻസ് ആണ് വർക്ക് ചെയ്യുന്ന വരുമ്പോൾ അങ്ങനെ ലാംഗ്വേജ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരാൻ പോകുന്നത് എന്ന് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ന്യൂസ് വരുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ആ പാർട്ടി അധികാരത്തിൽ വന്നാൽ അവർ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യും. വളരെയധികം ചേഞ്ച് വരും. ഇപ്പോൾ തന്നെയും ഈ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പല കാര്യങ്ങളിലും മിണ്ടാതെ ഇടപെടാതിരിക്കുന്നതിന്റെ കാര്യം സ്ട്രിക്റ്റ് റൂൾസ് ഇൻ പ്ലേസ് ആയതുകൊണ്ടാണ്. പക്ഷേ ആ റൂൾസ് ഒക്കെ ചേഞ്ച് കഴിഞ്ഞാൽ പല മാറ്റങ്ങളും ഇവിടെ വരും. അപ്പോൾ നമ്മുടെ പലരും കേരള വിസയിൽ വന്നിട്ടുണ്ട്. അവർ പലർക്കും തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. അറേബ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ഒത്തിരി നേഴ്സുമാർ കെയർ വിസയിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക, കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ. പക്ഷേ ഈ നിയമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ അവരൊക്കെ പലരും നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കാതെ വരും. അതൊക്കെ ഒരു വളരെ എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത് ഒത്തിരി കെയർ വിസയിലുള്ളവര്. അപ്പൊ ഈ കെയർ വിസയിലുള്ളവര് എത്രയും പെട്ടെന്ന് പിന്നമ്പരൊക്കെ എടുത്ത് നേഴ്സാകാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഈ പുതിയ മാറ്റങ്ങളൊക്കെ വന്നാൽ തിരിച്ചു നാട്ടിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.